ഹലോ സ്റ്റുഡൻസ്, കെമിക്കൽ റിയാക്ഷൻസ് ആൻഡ് ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവരത് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. എക്സാമിന് മുമ്പ് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിപ്പോകുന്നു, അത്രയും നല്ലതാണ് കേട്ടോ. അതായത് നമുക്കറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അതിന് ചെറിയൊരു ചേഞ്ച് വരുത്തി എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Write a balanced chemical equation for the following chemical reaction. Hydrogen sulfide gas burns in air to give water and sulfur dioxide. അപ്പോൾ വേർഡ് ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വരുമ്പം അതിന് കുറച്ച് പോസിബിലിറ്റീസ് മാത്രമേ ഉള്ളൂ അല്ലേ. അതായത് ഇപ്പം ബാലൻസിങ് ചോദിക്കാം, ആക്ടിവിറ്റീസ് ചോദിക്കാം, അതുപോലെ വേർഡ് ഇക്വേഷൻ തന്ന് കൺവേർട്ട് ചെയ്യാൻ ചോദിക്കാം. അങ്ങനെ കുറച്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ചോദിക്കാം. വളരെ കുറച്ച് മാത്രമേ ശരിക്കും പറഞ്ഞാൽ പോസിബിലിറ്റീസ് ഉള്ളൂ. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാൽ, ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കും നമുക്ക് വാങ്ങാൻ പറ്റും കേട്ടോ. നോക്കാം. ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ബേൺസ് ഇൻ എയർ ടു ഗീവ് വാട്ടർ ആൻഡ് സൾഫർ ഡയോക്സൈഡ്. ആദ്യം നമുക്ക് ഇക്വേഷൻ എഴുതാം. ഹൈഡ്രജൻ സൾഫൈഡ് ആണ്, എല്ലാവർക്കും അറിയാം. ഹൈഡ്രജൻ സൾഫൈഡ് H2S ആണ്. ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ബേൺസ് ഇൻ എയർ. ബേൺസ് ഇൻ എയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയാക്ഷൻ വിത്ത് ഓക്സിജൻ അല്ലേ, കമ്പഷൻ റിയാക്ഷൻ ആണ്. എന്തൊക്കെയാണ് കിട്ടുന്നത്? വാട്ടർ ആൻഡ് സൾഫർ ഡയോക്സൈഡ്. വാട്ടർ ആൻഡ് സൾഫർ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ CO2, സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ SO2. ഇനി ഇങ്ങനെ എഴുതിയാൽ നമുക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടൂല. എന്ത് വേണം? നമ്മൾ ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഹൈഡ്രജൻ H2 അല്ലേ, 2 ഹൈഡ്രജൻ തന്നെയാണ് ഉള്ളത്. ഓക്സിജനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 ഓക്സിജൻ ഇവിടെ വരുന്നുണ്ട്, പക്ഷേ 2 ഓക്സിജനേ ഉള്ളൂ. എസ് ആണെങ്കിൽ 2 സൈഡിലും ഓരോന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷനെ നമ്മളൊന്നിനി ബാലൻസ് ചെയ്യണം. കെമിക്കൽ ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കോഎഫിഷ്യൻ്റ് ആഡ് ചെയ്തതിന് ശേഷം പെൻസിൽ കൊണ്ട് ആദ്യം ചെയ്യാം, എന്നിട്ട് എന്ത് ചെയ്യാം? റബ്ബ് ചെയ്തതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. എന്നിട്ട് ഫൈനലായിട്ട് കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻ ആൻസറായിട്ട് എഴുതി കൊടുത്താൽ മതിയാവും. നമുക്ക് ഇക്വേഷൻ ബാലൻസ് ചെയ്യാനുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനും വരുമല്ലോ. പിന്നെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പം പരിചയമുള്ള ഇക്വേഷൻസ് ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഓൾറെഡി ബാലൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മളെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നമുക്ക് വേഗം ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 3 ഓക്സിജനും ഇവിടെ 2ഉം വന്നതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ആഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 2 ആഡ് ചെയ്താൽ എനിക്കിവിടെ 4 ഓക്സിജൻ വരും അല്ലേ. ഞാനിവിടെ 1 ആഡ് ചെയ്തതിനെ കൊണ്ട് യാതൊരു ചേഞ്ചസും വരില്ലല്ലോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് 2 ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. 2 ഓക്സിജൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 എണ്ണമായി അല്ലേ ഓക്സിജൻ. അപ്പോൾ ഇവിടെ 4 വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ 4 ആയി അല്ലേ. ഓക്സിജൻ അപ്പോൾ ബാലൻസ്ഡ് ആയി. അപ്പോൾ പ്രശ്നം വരുന്നത് ഹൈഡ്രജൻ 4 ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജനേ വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെയും ഞാൻ 2 ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ? ആ സമയത്ത് എന്ത് സംഭവിച്ചു? സൾഫർ 2 ആയി. അപ്പോൾ ഇവിടെ ഒരു സൾഫറേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ വീണ്ടും 2 ആഡ് ചെയ്തു. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഹൈഡ്രജൻ 4, ഹൈഡ്രജൻ 4, സൾഫർ 2, സൾഫർ 2, ഓക്സിജൻ 4, ഓക്സിജൻ 2ഉം 2 സൾഫർ അല്ലേ, 6 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ ഇതിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാൻ 3 എഴുതാനാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഇക്വേഷൻ ബാലൻസ്ഡ് ആവും. കണ്ടോ? അതായത് ഇക്വേഷൻ എന്തായി മാറും? 2H2S + 3O2 gives 2H2O + 2SO2. ഓക്കെ, ബാലൻസിങ് കെമിക്കൽ ഇക്വേഷൻ പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇനി ഡ്യൂറിങ് റെസ്പിറേഷൻ ഗ്ലൂക്കോസ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ആൻഡ് പ്രൊഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് റിലീസ് ഓഫ് എനർജി. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ ആണിത്. അതിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. റെസ്പിറേഷൻ ആണല്ലേ. അപ്പോൾ അവിടെ ഗ്ലൂക്കോസ് ആണ്. ഗ്ലൂക്കോസ് കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ കെമിക്കൽ ഫോർമുല എല്ലാവർക്കും അറിയാം. C6H12O6. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ടെക്സ്റ്റ് ബുക്കിലുണ്ട്. പ്ലസ് ഓക്സിജൻ അല്ലേ, കമ്പൈൻസ് വിത്ത് ഓക്സിജൻ. എന്തൊക്കെയാണ് കിട്ടുന്നത്? ആൻഡ് പ്രൊഡ്യൂസസ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് റിലീസ് ഓഫ് എനർജി. കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു, എനർജി ഉണ്ടാവുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഇക്വേഷൻ നമുക്ക് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഇക്വേഷൻസ് ഒക്കെ നല്ലത് ബൈഹാർട്ട് ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. അതായത് മനസ്സിലാക്കി ബൈഹാർട്ട് ചെയ്യുക. എക്സാം ഹാളിൽ നിന്ന് നമ്മൾ ഇതിങ്ങനെ ആലോചിച്ച് കണ്ടുപിടിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സമയം പോവും.
അപ്പോൾ ഓൾറെഡി അറിയുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ആൻസർ എഴുതാമല്ലോ. അപ്പോൾ ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും എനർജിയെ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും നമുക്കറിയാം ഇതിൻ്റെ കൂടെ വാട്ടർ വേപ്പറും കൂടി ഉണ്ടാവുന്നുണ്ടല്ലേ, പ്ലസ് എനർജി എന്ന് വേണം നമ്മൾ എഴുതാൻ. ഇനി ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഇതങ്ങനെ മറന്നു പോകാത്തൊരു ഇക്വേഷനാണ്. 6 ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് വരും, ഈ ഇക്വേഷൻ ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആവും. ഓക്കെ, എളുപ്പമാണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് വൈ എസ് ഒ ഫോർ ഗീവ്സ് എക്സ് എസ് ഒ ഫോർ പ്ലസ് വൈ പ്ലസ് എക്സ് എസ് ഒ ഫോർ നോ റിയാക്ഷൻ. എക്സും വൈയും എന്താണെന്ന് കൊടുത്തിട്ടില്ല, ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് കോപ്പർ സൾഫേറ്റിനെയും അയൺ സൾഫേറ്റിനെയും ഒക്കെ അങ്ങനെ ഓർമ്മ വരും അല്ലേ, എസ് ഒ ഫോർ എന്ന് പറയുമ്പോൾ. ഇൻ ദ എബവ് ഇക്വേഷൻ ഔട്ട് ഓഫ് ദ 2 എലമെൻറ്റ്സ് എക്സ് ആൻഡ് വൈ വിച്ച് ഈസ് മോർ റിയാക്റ്റീവ് ആൻഡ് വൈ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ എന്ത് സംഭവിക്കുന്നു, എക്സ് വൈയെ ഡിസ്പ്ലേസ് ചെയ്ത് വൈ എസ് ഒ ഫോർ ആയി മാറിയല്ലേ. അതേസമയം തിരിച്ച് റിയാക്ഷൻ നടക്കുന്നില്ല. അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ നടക്കാത്തത് നമുക്കറിയാം, ഇതൊരു ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷനാണ്. മോർ റിയാക്റ്റീവ് മെറ്റൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിനെ അതിൻ്റെ സോൾട്ട് സൊല്യൂഷനിൽ നിന്ന് ഡിസ്പ്ലേസ് ചെയ്യുമെന്നാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വിച്ച് ഈസ് മോർ റിയാക്റ്റീവ്, എക്സ് വൈന് ഡിസ്പ്ലേസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എക്സ് ആയിരിക്കും മോർ റിയാക്റ്റീവ്. വൈ ലെസ് റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് റിയാക്ഷൻ നോട്ട് പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ അത് ആ രീതിയിൽ ആൻസർ എഴുതിയാൽ മതിയാവും. ഇനി ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഐഡൻറ്റിഫൈ ദ സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഓക്സിഡൈസ്ഡ് ആൻഡ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ റിഡ്യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻസ്. ഈ ഒരു ക്വസ്റ്റ്യനും സിമ്പിളാണ്, പക്ഷേ ഇതും തെറ്റിച്ചിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എങ്ങനെ തെറ്റ് വരാമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത സമയത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഇപ്പോൾ സോഡിയം പ്ലസ് ഓക്സിജൻ ഗീവ്സ് സോഡിയം ഓക്സൈഡ് അല്ലേ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ ഓക്സിഡൈസ്ഡ് ആൻഡ് ദ സബ്സ്റ്റൻസസ് ദാറ്റ് ആർ റിഡ്യൂസ്ഡ്, ഏതാണ് ഓക്സിഡൈസ് ആയത് ഏതാണ് റിഡ്യൂസ് ആയത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഞാനിപ്പം ബാലൻസ് ചെയ്തിട്ട് എഴുതിയിട്ടില്ല, കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ. അപ്പം നോക്കിയേ, സോഡിയം ഓക്സൈഡായി മാറുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഡയറക്റ്റ് ഇവിടെ പറയാം അഡീഷൻ ഓഫ് ഓക്സിജൻ നടന്നിട്ടുണ്ട്, അപ്പോൾ ഇത് ഓക്സിഡേഷൻ ആണ്, ഇങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളിപ്പോൾ ഓക്സിജനെ നോക്കി ഓക്സിജൻ Na2 ആകുന്ന സമയത്ത് എന്ത് ചേഞ്ച് വന്നു എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് പറയാനൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ടല്ലേ, ഇത് ഓക്സിജൻ തന്നെ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇലക്ട്രോൺ അഡീഷൻ അല്ലെങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോണിൻ്റെ ബേസിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാം. സോഡിയം ആറ്റത്തിനകത്ത് എന്തുണ്ട്, 11 ഇലക്ട്രോൺസ് ഉണ്ടാവുമല്ലോ അല്ലേ. അതേസമയം സോഡിയം ഓക്സൈഡ് ആകുന്ന സമയത്ത് സോഡിയം ഓക്സൈഡിനകത്ത് Na+ അയോൺസും ഓക്സിജൻ്റെ അയോൺസുമാണ് ഉള്ളത് അല്ലേ. ഓക്സിജൻ്റെ പോസിറ്റീവ് അയോണും ഓക്സിജൻ്റെ നെഗറ്റീവ് അയോണും സോഡിയത്തിൻ്റെ പോസിറ്റീവ് അയോണും ഉണ്ട് എന്നർത്ഥം. അതായത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എന്ത് ചേഞ്ചാണ് വന്നേ, Na ഈസ് കൺവേർട്ടഡ് ഇൻ ടു Na+ഉം ഓക്സിജൻ എന്തായിട്ടും മാറി, ഓക്സിജൻ്റെ നെഗറ്റീവ് അയോണായിട്ടും മാറി. ചേഞ്ചസ് മാത്രമേ ഞാനിവിടെ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ 2- ഉണ്ട്, അതൊക്കെ അറിയാലോ, അണ്ടർസ്റ്റുഡാണ്. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയോ ഇലക്ട്രോൺ ലൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. പോസിറ്റീവ് അയോൺ ആകുന്ന സമയത്ത് ഇലക്ട്രോൺ ലൂസാവും, നെഗറ്റീവ് അയോൺ ആകുന്ന സമയത്ത് ഇലക്ട്രോൺ ഗെയിനായി. റിമൂവൽ ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്, അഡീഷൻ ഓഫ് ഇലക്ട്രോണിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. പിടികിട്ടിയല്ലോ. അപ്പോൾ നമുക്കിനി ആൻസർ ചെയ്യാം. ഏതാണ് ഓക്സിഡൈസ് ആയത്, സോഡിയമാണ്, റെഡ്യൂസ് ആയത് ഓക്സിജനാണ്. ഓക്കെ, ഇനി കോപ്പർ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ഗീവ്സ് കോപ്പർ പ്ലസ് H2O. ഇപ്പോൾ ഹൈഡ്രജനെയും ഓക്സിജനെയും ഒക്കെ കാണാനുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല കേട്ടോ. ഇതുപോലുള്ള ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ഹൈഡ്രജനെ കാണൂല, ഓക്സിജനെ കാണൂല, ഏതാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് വരിക. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ വളരെ ക്ലിയർ ആണ്, കോപ്പർ ഓക്സൈഡ് കോപ്പറായി അല്ലേ, അവിടെ റിമൂവൽ ഓഫ് ഓക്സിജൻ നടന്നിട്ടുണ്ട്. അപ്പോൾ റിമൂവൽ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ, ഇവിടെ റിഡക്ഷൻ നടന്നു. അപ്പോൾ കോപ്പർ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ് കേട്ടോ, കോപ്പർ ഓക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ്. ഇത് ആൻസർ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ ചിലപ്പോൾ കോപ്പർ ഈസ് റെഡ്യൂസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻസർ എഴുതിപ്പോവും. അങ്ങനെ പാടില്ല. LHSൽ എന്താണോ ഉള്ളത് അതിനാണ് ചേഞ്ചസ് വരുന്നത്, RHS നമുക്ക് ആൻസറായിട്ട് വരില്ല എന്ന് ഓർമ്മിക്കണം എപ്പോഴും കേട്ടോ. അപ്പോൾ കോപ്പർ ഓക്സൈഡാണ് റെഡ്യൂസ് ആയത്. ഇനി ഹൈഡ്രജൻ H2O ആയി മാറിയല്ലേ, അപ്പോൾ അഡീഷൻ ഓഫ് ഓക്സിജൻ നടന്നിട്ടുണ്ട്, അപ്പോൾ ഓക്സിഡേഷനാണ് നടന്നത്. ആരാണ് ഓക്സിഡൈസ് ആയത്, ഹൈഡ്രജനാണ്
ഓക്സിഡൈസ് ആയത്. അപ്പോൾ ആൻസർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ? ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ, ഇതും അറിഞ്ഞുകൊണ്ട് സാധാരണ ഇങ്ങനെ ചില കുട്ടികൾ തെറ്റിക്കുന്ന കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. എ സൊല്യൂഷൻ ഓഫ് എ സബ്സ്റ്റൻസ് എക്സ് ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്. എക്സിൻ്റെ സൊല്യൂഷനാണ് വൈറ്റ് വാഷിങ്ങിന് ഉപയോഗിക്കുന്നത്. എക്സിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ എക്സ് ഏതാന്ന് ചോദിക്കുമ്പം അധിക കുട്ടികളും പറയും കാൽസ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ, സിലിക്കേറ്റ് ലൈം അല്ലേ, അത് ഉപയോഗിച്ചിട്ടല്ലേ വൈറ്റ് വാഷ് ചെയ്യുന്നത്. അങ്ങനെയല്ല. എക്സിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. എക്സിൻ്റെ സൊല്യൂഷൻ ഇതുപയോഗിച്ചാണ് വൈറ്റ് വാഷ് ചെയ്യുന്നത്. ഇതിലെ എക്സ് എന്താ? കാൽസ്യം ഓക്സൈഡ് മാത്രമാണ് കേട്ടോ. നെയിം ദ സബ്സ്റ്റൻസ് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ്സ് ഫോർമുല. അപ്പോൾ എക്സ് കാൽസ്യം ഓക്സൈഡാണ്, ഫോർമുല CaO. ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ച ഒരാളുണ്ടായിരുന്നു. അതായത് കാൽസ്യം ഓക്സൈഡിന് പകരം ഇങ്ങനെ അങ്ങ് എഴുതി CO. അപ്പോൾ നമുക്ക് മാർക്ക് കൊടുക്കാൻ കഴിയില്ല. എലമെൻറ്റ് മാറിയല്ലോ അല്ലേ, കോമ്പൗണ്ടും മാറി, കറസ്പോണ്ടിങ് കോമ്പൗണ്ടും മാറി, എലമെൻറ്റും മാറി. അപ്പോൾ കെമിക്കൽ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ദ റിയാക്ഷൻ ഓഫ് ദ സബ്സ്റ്റൻസ് എക്സ് നെയിംഡ് ഇൻ. അതായത് എക്സിൻ്റെ കാൽസ്യം ഓക്സൈഡിൻ്റെ റിയാക്ഷൻ എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാൽസ്യം ഓക്സൈഡ്? നമ്മൾ വെള്ളവുമായി മിക്സ് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? വൈറ്റ് വാഷ് ചെയ്യാനുള്ള കാൽസ്യം ഹൈഡ്രോക്സൈഡ് കിട്ടുന്നു. ഇതിൻ്റെ കൂടെ ഹീറ്റ് എനർജിയും കൂടി ഉണ്ടാകുന്നുണ്ട് കേട്ടോ, അതും കൂടി എഴുതണം. ഇക്വേഷൻ എപ്പോഴും നമ്മൾ എക്സാമ്പിളായിട്ട് എഴുതുന്ന എല്ലാ ഇക്വേഷൻസും ബാലൻസ്ഡ് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്ക് പിന്നെയൊരു വീഡിയോയിലായിട്ട് കാണാം. ഓക്കെ. ക്ലാസ് ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.